റൺ ടൈം എൻവയോൺമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത്. അതിലും എസ്പെഷ്യലി സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നതാണ് മെയിനായിട്ട് ഡീൽ ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ എ ട്രാൻസ്ലേഷൻ നീഡ് ടു റിലേറ്റ് ദ സ്റ്റാറ്റിക് സോഴ്സ് ടെക്സ്റ്റ് ഓഫ് എ പ്രോഗ്രാം ടു ദ ഡൈനാമിക് ആക്ഷൻ ദാറ്റ് മസ്റ്റ് ഒക്യൂർ അറ്റ് റൺ ടൈം ടു ഇംപ്ലിമെൻറ്റ് ദ പ്രോഗ്രാം. നമ്മൾ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഡ്യൂറിങ് റൺ ടൈം, അതിൽ ഒരുപാട് ഡൈനാമിക് ആക്ഷൻസ് നടക്കുന്നുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത്, അതായത് ആസ് എക്സിക്യൂഷൻ പ്രൊസീഡ്സ് ദ സെയിം നെയിം ഇൻ ദ സോഴ്സ് ടെക്സ്റ്റ് ക്യാൻ ഡിനോട്ട് ഡിഫറെൻറ്റ് ഡാറ്റ ഒബ്ജക്റ്റ് ഇൻ ദ ടാർഗറ്റ് മെഷീൻ. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിൽ എഴുതിയിരിക്കുന്ന ഡിഫറെൻറ്റ് നെയിംസ്, അതായത് പ്രൊസീജിയേഴ്സിൻ്റെ നെയിംസ് ആവാം, അതല്ലെങ്കിൽ ഫംഗ്ഷൻസിൻ്റെ നെയിംസ് ആവാം, അതല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സിൻ്റെയോ വേരിയബിൾസിൻ്റെയോ ഒക്കെ നെയിംസ് ആവാം. ഇങ്ങനെയുള്ള ഈ നെയിമുകളെല്ലാം നമ്മുടെ ടാർഗറ്റ് മെഷീനിലെ ഡിഫറെൻറ്റ് ഡാറ്റ ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. The allocation and deallocation of data objects is managed by runtime support package. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഉപയോഗിച്ചിട്ടുള്ള നെയിംസ് ഡാറ്റ ഒബ്ജക്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ ഡാറ്റ ഒബ്ജക്ട്സിലേക്കും അലോക്കേറ്റ് ചെയ്യുന്നതും ഡീ അലോക്കേറ്റ് ചെയ്യുന്നതും റൺ ടൈം സപ്പോർട്ട് പാക്കേജസ് ആണ്. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിനെ ടാർഗറ്റ് കോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സെമാൻറ്റിക്സിനനുസരിച്ചിട്ടുള്ള ഒരു റൺ ടൈം സപ്പോർട്ട് പാക്കേജ് ഇതിനോടൊപ്പം ലോഡ് ചെയ്തിട്ടാണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിച്ചിരിക്കുന്ന നെയിംസിനെ എല്ലാം നമ്മൾ ഡാറ്റ ഒബ്ജക്റ്റ് ആയിട്ട് റിപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഓരോ ഐഡൻറ്റിഫയേഴ്സ് അല്ലെങ്കിൽ വേരിയബിൾസ് അതല്ലെങ്കിൽ പ്രൊസീജിയേഴ്സിൻ്റെ ടൈപ്പ് എന്താണോ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡാറ്റ ഒബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും റൺ ടൈമിൽ അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന പ്രൈമറി ഡാറ്റ ടൈപ്സ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇൻഡിജേഴ്സ്, റിയൽ എന്നൊക്കെയുള്ള ഡാറ്റ ടൈപ്പുകളെല്ലാം ടാർഗറ്റ് മെഷീനിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഡാറ്റ ഒബ്ജക്റ്റുമായിട്ട് ഡയറക്റ്റായിട്ട് റിപ്രസെൻറ്റ് ചെയ്തിട്ടാണ് വർക്ക് ആവുക. എന്നാൽ അറേസ്, സ്ട്രിങ്സ്, അതേപോലെ തന്നെ സ്ട്രക്ചേഴ്സ് ഒക്കെ പോലെയുള്ള ഡാറ്റ ടൈപ്സ് ആണ് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണെങ്കിൽ അതെല്ലാം പ്രിമിറ്റീവ് ഒബ്ജക്ട്സ് ആയിട്ടായിരിക്കും റിപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ നെക്സ്റ്റ് എന്തൊക്കെയാണ് സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസ് എന്നതാണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ സോഴ്സ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മൾ എഴുതിയിരിക്കുന്ന സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് റൺ ടൈമിൽ ആ ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഴുതിയിരിക്കുന്ന ആ ഒരു രീതിക്കായിരിക്കില്ല വർക്കാവുന്നുണ്ടാവുക. സോ എന്തൊക്കെയാണ് ഈ രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇത് രണ്ടും കണക്റ്റ് ആയിട്ടുള്ളത് എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യം നമുക്ക് പ്രൊസീജിയേഴ്സിനെ കുറിച്ച് നോക്കാം. ഈ പ്രൊസീജിയർ ഡെഫിനിഷൻ ഈസ് എ ഡിക്ലറേഷൻ ദാറ്റ് in its simplest form associate an identifier with a statement. അതായത് പ്രൊസീജിയർ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ തന്നെയാണ്. അതിൽ ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാവും. ആ ഐഡൻറ്റിഫയേഴ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും. ഈ ഐഡൻറ്റിഫയേഴ്സിനെ പ്രൊസീജിയർ നെയിം എന്നാണ് പറയുന്നത്. അതേപോലെ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെ പ്രൊസീജിയർ ബോഡി എന്നാണ് പറയുക. ഇവിടെ നമ്മൾ പ്രൊസീജിയറിനെ എക്സാമ്പിൾ കോഡായിട്ട് പാസ്കലിൻ്റെ ഒരു സോഴ്സ് പ്രോഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിൽ ഒരു അറയിലേക്ക് ഇൻഡിജർ നമ്പേഴ്സ് റീഡ് ചെയ്യുകയും ക്വിക്ക് സോർട്ട് യൂസ് ചെയ്തിട്ട് അത് സോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്. ഇവിടെ ഇപ്പോൾ നമ്മൾ കാണിച്ചിട്ടുള്ളതിൽ ഈ റീഡ് അറേ എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയറാണ്. ഈ ഒരു പ്രൊസീജിയർ ലൈൻ നമ്പർ 3 മുതൽ ലൈൻ നമ്പർ 7 വരെയാണ് ഉള്ളത്. സോ ഇത്രയും പോർഷനാണ് റീഡ് അറേ എന്ന പ്രൊസീജിയറിന് വേണ്ടിയിട്ടുള്ളത്. ഇതിലെ ഈ റീഡ് അറേ എന്ന ഐഡൻറ്റിഫയർ നെയിമിനെയാണ് പ്രൊസീജിയർ നെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇതിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഈ കോഡ്, എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് കോഡിനെയാണ് നമ്മൾ പ്രൊസീജിയർ ബോഡി എന്ന് പറയുന്നത്. അതായത് ഈ ബിഗിൻ മുതൽ എൻഡ് വരെയുള്ള ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മളുടെ റീഡ് അറേ എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ പ്രൊസീജിയർ ബോഡി. ഈ റീഡ് അറേ പോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന വേറൊരു പ്രൊസീജിയറാണ് പാർട്ടീഷൻ എന്നത്. എന്നാൽ ഈ പാർട്ടീഷനെ ഫംഗ്ഷൻ എന്നും റീഡ് അറേനെ പ്രൊസീജിയർ എന്നുമാണ് ഇവിടെ കോഡ് ചെയ്തിട്ടുള്ളത്. സോ ഏതെങ്കിലും ഒരു പ്രൊസീജിയർ എന്തെങ്കിലും ഒരു വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ഇവിടെ ഇപ്പോൾ പാർട്ടീഷൻ എന്ന് പറയുന്ന ഈ പ്രൊസീജിയർ ഇൻറ്റിജർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ഡാറ്റ റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഈ പാർട്ടീഷൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ റീഡ് അറേയും പാർട്ടീഷനും മാത്രമല്ല, നമ്മുടെ ഈ പ്രോഗ്രാം ഇറ്റ്സെൽഫ് തന്നെ ഒരു പ്രൊസീജിയർ തന്നെയാണ്. അതായത് ഈ സോർട്ട് എന്ന് പറയുന്നതും ഒരു പ്രൊസീജിയർ തന്നെയാണ്. അതേപോലെ
നമ്മുടെ പ്രോഗ്രാമിന്റെ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ജസ്റ്റ് ആ ഒരു പ്രൊസീജിയറിന്റെ നെയിം മാത്രം നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് ദാറ്റ് പ്രൊസീജിയർ ഈസ് കോൾഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്നതാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു പാർട്ടീഷൻ എം കോമ എൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ നെയിം ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ നമ്മൾ പറയുന്നത് ദ ഫംഗ്ഷൻ പാർട്ടീഷൻ ഈസ് കോൾഡ് ഹിയർ ഇൻ ദിസ് പോയിന്റ് എന്നതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുള്ളത് ഒരു എക്സ്പ്രഷൻ ആയിട്ടാണ്. അതായത് ഐ ഈസ് ഈക്വൽ ടു പാർട്ടീഷൻ എം കോമ എൻ എന്ന രീതിക്കാണ്. ഇങ്ങനെ എക്സ്പ്രഷൻ അല്ലാതെ ജസ്റ്റ് ആ ഒരു നെയിം മാത്രം യൂസ് ചെയ്തിട്ടും നമുക്ക് ഒരു പ്രൊസീജിയറിനെ കോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ ലൈൻ 23 റീഡ് അറേ എന്ന ജസ്റ്റ് ആ ഒരു പ്രൊസീജിയർ നെയിം മാത്രം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഈ പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ലൈൻ നമ്പർ 24 ക്വിക്സോർട്ട് ഓഫ് 1,9 എന്ന് പറഞ്ഞിട്ട് ക്വിക്സോർട്ട് എന്ന പ്രൊസീജിയറിനെയും ജസ്റ്റ് നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ പ്രൊസീജിയർ ക്വിക്സോർട്ട് ഈസ് കോൾഡ് ഇൻ ദിസ് പോയിന്റ്. അതേപോലെ നമ്മളൊരു പ്രൊസീജിയർ എഴുതുമ്പോൾ അത് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഈ പ്രൊസീജിയർ നെയിമിൻ്റെ ഒപ്പം കൊടുക്കുന്ന ഈ ആർഗ്യുമെന്റ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് എമ്മും എന്നും ക്വിക്സോർട്ടിന്റെ ഫോർമൽ പാരാമീറ്റേഴ്സ് ആണ്. അതേപോലെ ഒരു പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന പാരാമീറ്റേഴ്സിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ട് എം കോമ I-1 എന്ന 2 പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. അതേപോലെ അതിന്റെ തൊട്ട് താഴെയുള്ള ലൈനിൽ നമ്മൾ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്തിട്ടുണ്ട് I+1 n എന്ന പാരാമീറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പ്രൊസീജിയർ കോളിൽ എമ്മും I-1 ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. ലൈക്വൈസ് I+1 n ഈ ക്വിക്സോർട്ടിന്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആണ്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ആക്ടിവേഷൻ ട്രീസിനെ കുറിച്ചിട്ടാണ്. ഈച്ച് എക്സിക്യൂഷൻ ഓഫ് എ പ്രൊസീജിയർ ബോഡി ഈസ് റിഫേർഡ് ടു ആസ് ആൻ ആക്ടിവേഷൻ ഓഫ് ദ പ്രൊസീജിയർ. അതായത് ഒരു പ്രൊസീജിയർ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ആക്ടിവേറ്റ് ആയി എന്നാണ് പറയുന്നത്. അതേപോലെ ദ ലൈഫ് ടൈം ഓഫ് ആൻ ആക്ടിവേഷൻ ഓഫ് എ പ്രൊസീജിയർ ഈസ് എ സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രൊസീജിയർ ബോഡി. ദാറ്റ് മീൻസ് ഒരു ആക്ടിവേഷൻ ഓഫ് പ്രൊസീജിയറിന്റെ ലൈഫ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയറിന്റെ ഫസ്റ്റ് ലൈൻ മുതൽ ലാസ്റ്റ് ലൈൻ വരെയുള്ള സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സിനെ കോൾ ചെയ്യുകയാണ്, ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയേഴ്സ് വേറെ ഏതെങ്കിലും പ്രൊസീജിയേഴ്സിനെ പിന്നെയും കോൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ഇതിൻ്റെ ലൈഫ് ടൈമിൽ ഇൻക്ലൂഡ് ആവുന്നതാണ്. അതേപോലെ ഒരേ സമയം 2 പ്രൊസീജിയേഴ്സ് ആക്ടിവേറ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത് നോൺ ഓവർലാപ്പിങ്ങോ അതല്ലെങ്കിൽ നെസ്റ്റഡോ ആയിരിക്കണം. അതായത് എ എന്ന പ്രൊസീജിയർ ആക്ടിവേറ്റ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ലെഫ്റ്റ് ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ ബി എന്ന പ്രൊസീജിയറിന്റെ ലൈഫ് ടൈമും സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ എ ലീവ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ബി ലീവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതേപോലെ എ പ്രൊസീജിയർ ഈസ് റിക്കേഴ്സീവ് ഇഫ് എ ന്യൂ ആക്ടിവേഷൻ ക്യാൻ ബിഗിൻ ബിഫോർ ആൻ ഏർലിയർ ആക്ടിവേഷൻ ഓഫ് ദ സെയിം പ്രൊസീജിയർ ഹാസ് എൻറ്റർഡ്. അതായത് ഒരു പ്രൊസീജിയർ റിക്കേഴ്സീവ് ആണ് എന്ന് പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി ആക്ടിവേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ എൻഡ് ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ അതേ പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ നിന്നും ദ സെയിം പ്രൊസീജിയർ നമ്മൾ വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ ക്വിക്സോർട്ട് എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ടായിരുന്നു നമ്മുടെ ആ പ്രോഗ്രാമിൽ. നമ്മൾ ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയി അത് വർക്ക് ചെയ്യുന്ന സമയത്ത് ലൈൻ നമ്പർ 17 എത്തുമ്പോൾ ക്വിക്സോർട്ട് ഓഫ് എം കോമ I-1 എന്ന് പറഞ്ഞ് ഇതേ പ്രൊസീജിയറിന് തന്നെ വീണ്ടും കോൾ ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ വീണ്ടും ആക്ടിവേറ്റ് ആവും. അതേപോലെ അതിൻ്റെ അടുത്ത ലൈനിലും ഈ ക്വിക്സോർട്ട് ഓഫ് I+1, n എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ എത്തുമ്പോൾ വീണ്ടും ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ ആക്ടിവേറ്റ് ആവും. അതായത് ക്വിക്സോർട്ട് എന്ന പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ ഇത് എൻഡ് ആവുന്നതിനേക്കാൾ മുന്നേ തന്നെ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ വീണ്ടും നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. സോ ഇതിനെയാണ് റിക്കേഴ്സീവ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിലെ ക്വിക്സോർട്ട് എന്ന് പറയുന്നത് റിക്കേഴ്സീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്.
ഒരു പ്രൊസീജിയർ റിക്കേഴ്സീവ് ആവണമെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയർ തന്നെ അതേ പ്രൊസീജിയറിനെ ഡയറക്റ്റ്ലി കോൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ക്യൂ എന്ന പ്രൊസീജിയറിനെ അത് കോൾ ചെയ്തു. അതിനുശേഷം ക്യൂ എന്ന പ്രൊസീജിയർ വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പി എന്ന പ്രൊസീജിയറിനെ വീണ്ടും അത് കോൾ ചെയ്യുകയാണെങ്കിൽ അവിടെയും ഒരു റിക്കേഴ്സീവ് ആക്ഷൻ തന്നെയാണ് നടന്നിട്ടുള്ളത്. അതായത് ആദ്യം കോൾ ചെയ്തിട്ടുള്ള പി ആക്ടിവേറ്റ് ആയി വർക്ക് ചെയ്ത് തീരുന്നതിനേക്കാൾ മുന്നേ ക്യൂവും അതിനുശേഷം വീണ്ടും പിയും ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ ഇതും ഒരു റിക്കേഴ്സീവ് പ്രൊസീജിയർ തന്നെയാണ്. So, an activation tree is a tree used to depict the way control enters and leaves activations. അതായത് ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൽ ഓരോ പ്രൊസീജിയേഴ്സിലും കൺട്രോൾ എൻ്റർ ചെയ്യുന്നതും ലീവ് ചെയ്യുന്നതും എങ്ങനെയാണ് എന്ന് കാണിക്കുന്ന ഒരു ട്രീ ആണ്. അതായത് ഓരോ ആക്ടിവേഷൻസും ഏത് രീതിക്കാണ് ഫ്ലോ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ ഉപയോഗിക്കുന്ന ട്രീനെയാണ് നമ്മൾ ആക്ടിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഒരു ആക്ടിവേഷൻ ട്രീയിലുള്ള എല്ലാ നോഡുകളും ഓരോ പ്രൊസീജിയേഴ്സിൻ്റെ ആക്ടിവേഷനെ കാണിക്കുന്നതാണ്. അതേപോലെ ആ ട്രീയിലുള്ള റൂട്ട് നോഡ് എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൻ്റെ ആക്ടിവേഷനെ കാണിക്കുന്ന നോഡാണ്. അതേപോലെ എ എന്ന ഒരു നോഡ് ബി എന്ന നോഡിൻ്റെ പാരൻ്റ് ആയിട്ടാണ് ട്രീയിലുള്ളത് എന്നാണെങ്കിൽ അതിൻ്റെ മീനിങ് ദ കൺട്രോൾ ഫ്ലോസ് ഫ്രം ആക്ടിവേഷൻ എ ടു ബി എന്നതാണ്. അതായത് എ എന്ന പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ബി എന്ന് പറയുന്ന പ്രൊസീജിയർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതാണ്. അതേപോലെ എ എന്ന നോഡ് ബി എന്ന നോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ ട്രീയിലുള്ളത് എന്നാണെങ്കിൽ എ എന്ന നോഡിൻ്റെ ലൈഫ് ടൈം ബി എന്ന നോഡിൻ്റെ ലൈഫ് ടൈമിന് മുന്നേ ആണുള്ളത് എന്നതാണ് അതിൻ്റെ മീനിങ്. സോ നമ്മളുടെ ആക്ടിവേഷൻ ട്രീയിൽ ഈ 4 കാര്യങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ട്രീ കൺസ്ട്രക്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ മെയിൻ പ്രോഗ്രാമിൽ നിന്നും ഏറ്റവും ആദ്യം ഈ റീഡർ എന്ന് പറയുന്ന പ്രൊസീജിയറാണ് കോൾ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു പ്രൊസീജിയർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ അറയിലേക്ക് ഓരോ എലിമെൻസും റീഡ് ചെയ്ത് ഈ പ്രൊസീജിയറിൻ്റെ ലൈഫ് ടൈം എൻഡ് ആവും. അതിനുശേഷം കോൾ ചെയ്തിട്ടുള്ളത് ക്യുക്സോട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. ഈ ക്യുക്സോട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ അതിൻ്റെ ആക്ടിവേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്ത് വരുന്ന സമയത്ത് ഏറ്റവും ആദ്യം പാർട്ടീഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പാർട്ടീഷൻ ചെയ്ത് കിട്ടുന്ന ആ ഒരു ഇൻഡിജേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് ക്യുക്സോട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ 2 തവണ റിപ്പീറ്റ് ചെയ്ത് കോൾ ചെയ്യുന്നുണ്ട്. സോ ഓരോ തവണ നമ്മൾ ഈ ക്യുക്സോട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ കോൾ ചെയ്യുന്ന സമയത്തും ആദ്യം പാർട്ടീഷനും പിന്നീട് 2 തവണ ക്യുക്സോട്ടും കോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ അറയിലെ എല്ലാ എലിമെൻസും സോർട്ട് ആവുന്നത് വരെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്യും. സോ ഇതിൻ്റെ ഒരു ആക്ടിവേഷൻ ട്രീ വരച്ചാൽ എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് നോക്കാം. സോ ഇങ്ങനെയാണ് നമ്മുടെ ആക്ടിവേഷൻ ട്രീ നമുക്ക് കിട്ടുക. ഏറ്റവും ആദ്യം സോർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം ആക്ടിവേറ്റ് ആവും. അത് ഏറ്റവും ആദ്യം റീഡ് അറേ എന്ന് പറയുന്ന പ്രൊസീജിയറാണ് കോൾ ചെയ്യുന്നത്. സോ നമ്മൾ ഏറ്റവും ആദ്യം റീഡ് അറേ എന്നുള്ള പ്രൊസീജിയർ കൊടുത്തു. അതിനുശേഷം ക്യുക്സോട്ടോ 1,9 കോൾ ചെയ്യുന്നുണ്ട്. പിന്നീട് ഈ ക്യുക്സോട്ടോ 1,9 എന്ന പ്രൊസീജിയറിലേക്ക് കൺട്രോൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് ഏറ്റവും ആദ്യം നമ്മൾ പാർട്ടീഷൻ കോൾ ചെയ്യും. അതിനുശേഷം 2 തവണ ക്യുക്സോട്ട് കോൾ ചെയ്യും. ഈ ഓരോ ക്യുക്സോട്ടിലും വീണ്ടും നമ്മളൊരു പാർട്ടീഷനും 2 ക്യുക്സോട്ടും വീതം കോൾ ചെയ്യും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എല്ലാ അറേ എലിമെൻസും സോർട്ട് ആവുന്നത് വരെ നമ്മൾ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ ഇങ്ങനെയാണ് നമ്മളൊരു ആക്ടിവേഷൻ ട്രീ വരയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് കൺട്രോൾ സ്റ്റാക്കിനെ കുറിച്ച് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫ്ലോ ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ വരച്ച ആക്ടിവേഷൻ ട്രീയിൽ ഒരു ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു ഓർഡറിലായിരിക്കും. അതായത് നമ്മൾ ഏറ്റവും ആദ്യം റൂട്ടിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം അതിന് താഴെ കാണുന്ന ഓരോ പാരന്റ് നോഡുകളായിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യണം. അതായത് ചൈൽഡ് നോഡ് നമ്മൾ വിസിറ്റ് ചെയ്യുന്നതിനേക്കാൾ മുന്നേ തന്നെ അതിൻ്റെ പാരന്റ് നോഡ് വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നീട് നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള ആ പാരന്റ് നോഡിൻ്റെ ചിൽഡ്രനായി നിൽക്കുന്ന ഓരോ നോഡുകളെയും റിക്കേഴ്സീവ്ലി ലെഫ്റ്റ് ടു റൈറ്റ് ഓർഡറിൽ നമ്മൾ വിസിറ്റ് ചെയ്യണം. സോ ഇങ്ങനെ ഒരു ഡെപ്ത് ഫസ്റ്റ് ട്രാവേഴ്സൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ഫ്ലോ എങ്ങനെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത് ഈസ് എ സ്റ്റാക്ക് യൂസ്ഡ് ടു കീപ് ട്രാക്ക് ഓഫ് ലൈവ് പ്രൊസീജിയർ ആക്ടിവേഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ ആക്ടിവേറ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിനെ ട്രാക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാക്കാണ് കൺട്രോൾ സ്റ്റാക്ക് എന്ന് പറയുന്നത്.
ഈ ഒരു കൺട്രോൾ സ്റ്റാക്കിലേക്ക് നമ്മളൊരു നോഡ് പുഷ് ചെയ്യുന്നത് എപ്പോഴാണോ ആ ഒരു പെർട്ടിക്കുലർ നോഡ് ആക്ടിവേറ്റ് ആവുന്നത് അപ്പോഴായിരിക്കും. അതായത് നമ്മളുടെ ആക്ടിവേഷൻ ട്രീയിലെ ഓരോ നോഡും ഓരോ പ്രൊസീജിയേഴ്സ് ആണ്. സോ ആ പെർട്ടിക്കുലർ പ്രൊസീജിയർ ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ കൺട്രോൾ സ്റ്റാക്കിലേക്ക് ആ നോഡ് പുഷ് ചെയ്യും. അതേപോലെ അതിൻ്റെ ആക്ടിവേഷൻ എൻഡ് ആയി കഴിഞ്ഞാൽ ആ നോഡ് നമ്മൾ സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്യും. സോ ഫോർ എ പെർട്ടിക്കുലർ ടൈം നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള നോഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ നോഡ് മുതൽ റൂട്ട് വരെയുള്ള പാത്തായിരിക്കും നമ്മുടെ കൺട്രോൾ സ്റ്റാക്കിൽ ഉണ്ടാവുക. സോ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ആക്ടിവേഷൻ ട്രീയുടെ കൺട്രോൾ സ്റ്റാക്ക് എങ്ങനെയാണ് വരിക എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം സോർട്ട് എന്ന് പറയുന്ന പ്രോഗ്രാം നമ്മൾ കോൾ ചെയ്യും. സോ കൺട്രോൾ സ്റ്റാക്കിലേക്ക് സോർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം അതല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ നമ്മൾ പുഷ് ചെയ്യും. അതിനുശേഷം ഈ സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ നിന്നും ഏറ്റവും ആദ്യം കോൾ ചെയ്തിട്ടുള്ളത് റീഡ് അറേ എന്ന് പറയുന്ന പ്രൊസീജിയറാണ്. സോ നമ്മുടെ സ്റ്റാക്കിലേക്ക് റീഡ് അറേ പുഷ് ചെയ്യും. ദെൻ റീഡ് അറേ എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയറിന്റെ പ്രോസസ്സിംഗ് എൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മൾ കൺട്രോൾ സ്റ്റാക്കിൽ നിന്നും പോപ്പ് ചെയ്യും. സോ എക്സിക്യൂഷൻ കഴിഞ്ഞിട്ടുള്ള പ്രൊസീജിയേഴ്സൊക്കെയാണ് ഈ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് കാണിച്ചിട്ടുള്ളത്. അങ്ങനെ റീഡ് അറേയുടെ പ്രോസസ്സിംഗ് കഴിഞ്ഞാൽ നെക്സ്റ്റ് കോൾ ചെയ്യുന്ന പ്രൊസീജിയർ ക്വിക്സോർട്ട് ഓഫ് 1,9 ആണ്. സോ നമ്മുടെ സ്റ്റാക്കിലേക്ക് നമ്മൾ അത് പുഷ് ചെയ്യും. ഈ ക്വിക്സോർട്ടിനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം അത് പാർട്ടീഷനെ കോൾ ചെയ്യും. അതിനുശേഷം പാർട്ടീഷൻ എൻഡ് ആവും. സോ നമ്മൾ പാർട്ടീഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ കൺട്രോൾ സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യുകയും അതിൻ്റെ പ്രോസസ്സിംഗ് കഴിയുമ്പോൾ പോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ അടുത്ത് കോൾ ചെയ്യുന്നത് ക്വിക്സോർട്ട് എന്ന പ്രൊസീജിയറിനെ തന്നെയാണ്. സോ ആ ഒരു പ്രൊസീജിയർ കോൾ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ക്വിക്സോർട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യും. അത് ഏറ്റവും ആദ്യം കോൾ ചെയ്യുന്നത് പാർട്ടീഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിനെയാണ്. സോ ആ പാർട്ടീഷൻ എന്ന് പറയുന്ന പ്രൊസീജിയർ ആക്ടിവേറ്റ് ആയി അതിൻ്റെ പ്രോസസ്സിംഗ് കഴിയുമ്പോൾ അത് സ്റ്റാക്കിലേക്ക് പുഷ് ചെയ്യും, അതിനോടൊപ്പം പോപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നീട് ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ നെക്സ്റ്റ് ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യും. സോ അതും വർക്ക് ചെയ്ത് അതിൻ്റെ പ്രോസസ്സിംഗ് എൻഡ് ആവുമ്പോൾ നമ്മുടെ സ്റ്റാക്കിലേക്ക് അതിനെ പുഷ് ചെയ്യുകയും പോപ്പ് ചെയ്യുകയും നടന്നിട്ടുണ്ടാവും. അതേപോലെ നെക്സ്റ്റ് ചെയ്യാനുള്ളത് രണ്ടാമത്തെ തവണയും ഈ റിക്കേഴ്സീവ്ലി ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ കോൾ ചെയ്യലാണ്. സോ ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയർ രണ്ടാമത്തെ തവണ ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിനെ റിക്കേഴ്സീവ്ലി കോൾ ചെയ്യും. ഇങ്ങനെ ഈ പ്രോസസ്സിംഗ് റിപ്പീറ്റ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ ക്വിക്സോർട്ട് എന്ന് പറയുന്ന ഈ പ്രൊസീജിയറിനെ ക്വിക്സോർട്ട് ഓഫ് 1,3 എന്ന് പറയുന്ന പ്രൊസീജിയർ കോൾ ചെയ്യുകയാണ്. സോ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൺട്രോൾ സ്റ്റാക്കിലേക്ക് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊസീജിയർ നമ്മൾ പുഷ് ചെയ്യും. ഇനി ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത് നമ്മളിപ്പോൾ തൽക്കാലം നോക്കുന്നില്ല. സോ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ കൺട്രോൾ സ്റ്റാക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺട്രോൾ സ്റ്റാക്കിൻ്റെ ഏറ്റവും ടോപ്പിൽ Q2,3 ഉണ്ടാവും. അതിനുശേഷം Q1,3 ഉണ്ടാവും. അതിനുശേഷം Q1,9 ഉണ്ടാവും. അതിനുശേഷം S ഉണ്ടാവും. അതായത് റൂട്ട് മുതൽ Q2,3 വരെയുള്ള പ്രൊസീജിയേഴ്സിൻ്റെ പാത്തായിരിക്കും നമ്മുടെ ഈ കൺട്രോൾ സ്റ്റാക്കിൽ ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സ്കോപ്പ് ഓഫ് എ ഡിക്ലറേഷനെ കുറിച്ചിട്ടാണ്. എ ഡിക്ലറേഷൻ ഇൻ എ ലാംഗ്വേജ് ഈസ് എ സിൻറ്റാറ്റിക് കൺസ്ട്രക്ട് ദാറ്റ് അസോസിയേറ്റ്സ് ഇൻഫർമേഷൻ വിത്ത് എ നെയിം. നമ്മുടെ പ്രോഗ്രാമിൽ ഒരു നെയിമിൻ്റെ കൂടെ ഇൻഫർമേഷനെ അസോസിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ പാസ്കലിൽ var ഇൻറ്റിജർ സെമിക്കോളൻ എന്ന് കൊടുത്താൽ അതിൻ്റെ മീനിങ് ഐ എന്ന ഒരു വേരിയബിളിനെ നമ്മൾ ഇൻറ്റിജർ ടൈപ്പായിട്ട് ഡിക്ലെയർ ചെയ്തു എന്നതാണ്. നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് വേണമെങ്കിൽ ഒരേ നെയിമിലുള്ള ഐഡൻറ്റിഫയേഴ്സോ വേരിയബിൾസ് എല്ലാം പല ഭാഗങ്ങളിൽ ഡിക്ലെയർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ സ്കോപ്പ് റൂൾസ് ആണ് നമ്മൾ ഏത് വേരിയബിൾ ആണ് കറൻ്റ്ലി യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. അതേപോലെ ദ പോർഷൻ ഓഫ് ദ പ്രോഗ്രാം ടു വിച്ച് എ ഡിക്ലറേഷൻ അപ്ലൈസ് ഈസ് കോൾഡ് ദ സ്കോപ്പ് ഓഫ് ദാറ്റ് ഡിക്ലറേഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ ഏതെല്ലാം പോർഷനിലാണ് ആ ഒരു പെർട്ടിക്കുലർ ഡിക്ലറേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിനെ സ്കോപ്പ് ഓഫ് ദാറ്റ് ഡിക്ലറേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ മാത്രമേ ഒരു ഡിക്ലറേഷൻ്റെ സ്കോപ്പ് ഉള്ളൂ എന്നാണെങ്കിൽ അതിനെ നമ്മൾ ലോക്കൽ എന്നാണ് പറയുന്നത്. എന്നാൽ ആ പ്രൊസീജിയറിൻ്റെ പുറത്തും ആ ഡിക്ലറേഷന് സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നോൺ ലോക്കൽ എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ കണ്ട പ്രോഗ്രാമിൽ
റീഡ് അറേ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഉള്ളിലും അതേപോലെ തന്നെ പാർട്ടീഷൻ എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറിൻ്റെ ഉള്ളിലും ഐ എന്ന വേരിയബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരേ നെയിമുള്ള വേരിയബിൾ രണ്ട് ഭാഗത്ത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ റീഡ് അറേക്ക് വേണ്ടിയും ഈ ഐ പാർട്ടീഷനും വേണ്ടിയുള്ളതാണ്. സോ ഇവിടെ റീഡ് അറേ എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ഫോർ ഐ ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ് സെറ്റ് ചെയ്ത് നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ യൂസ് ചെയ്യുന്ന ഐ എന്ന് പറയുന്നത് ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കും. സോ ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ ഈ പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ മാത്രം സ്കോപ്പ് ഉള്ള ഒരു വേരിയബിൾ ആണ്. സോ ഈ ഐ ഒരു ലോക്കൽ വേരിയബിൾ ആണ്. അതേപോലെ ഈ പാർട്ടീഷൻ എന്ന് പറയുന്ന പ്രൊസീജിയറിൻ്റെ ഉള്ളിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഈ ഐ എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഐ ഉപയോഗിച്ച് കോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഈ ഐയും ലോക്കൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. ഇതേപോലെ ക്വിക്സോർട്ടിൽ നമ്മൾ ഐ എന്ന് പറയുന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എവിടെയെങ്കിലും നമ്മൾ ഐ എന്ന വേരിയബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വർക്കാവുന്ന ഐ എന്ന് പറയുന്നത് ഈ ഐ എന്ന വേരിയബിൾ ആയിരിക്കും. സോ ഇതും ക്വിക്സോർട്ട് എന്ന് പറയുന്ന പ്രൊസീജിയറിൽ ലോക്കൽ ആയിട്ടുള്ള ഒരു വേരിയബിൾ ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ബൈൻഡിങ് ഓഫ് നെയിംസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സെമാൻറ്റിക്സിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് മാപ്സ് എ നെയിം ടു എ സ്റ്റോറേജ് ലൊക്കേഷൻ. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഒരു ഐഡന്റിഫയറിന്റെ നെയിമും ആ ഐഡന്റിഫയർ നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് മെമ്മറി ലൊക്കേഷനിലാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അതിലേക്കുള്ള ഒരു മാപ്പിംഗ് കാണിക്കുന്നതാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്റ്റേറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് മാപ്പ് എ സ്റ്റോറേജ് ലൊക്കേഷൻ ടു ദ വാല്യൂ. ആ ഒരു സ്റ്റോറേജ് ലൊക്കേഷനിൽ ആ ഐഡന്റിഫയറിന് വേണ്ടി നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ എന്താണോ ഇത് രണ്ടും തമ്മിലുള്ള മാപ്പിങ്ങിനെ സ്റ്റേറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന നെയിംസും സ്റ്റോറേജും തമ്മിലുള്ള ഒരു മാപ്പിംഗ് എൻവയോൺമെന്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടും സ്റ്റോറേജും വാല്യൂ തമ്മിലുള്ള ഒരു മാപ്പിംഗ് സ്റ്റേറ്റ് എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മളൊരു ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ ഐഡന്റിഫയറിന്റെ നെയിമും അത് സ്റ്റോർ ചെയ്തിരിക്കുന്ന ലൊക്കേഷനുമായിട്ട് ഏറ്റവും ആദ്യം ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് മാപ്പിംഗ് നടക്കും. അതിനുശേഷം ആ ഒരു പെർട്ടിക്കുലർ ഐഡന്റിഫയറിന് നമ്മളൊരു വാല്യൂ സെറ്റ് ചെയ്ത് കൊടുത്താൽ ആ സ്റ്റോറേജ് ലൊക്കേഷനിലേക്ക് ആ വാല്യൂ അസൈൻ ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ് മാപ്പിംഗ് നടക്കും. നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഈ ഐഡന്റിഫയറിന്റെ വാല്യൂസിന് ചേഞ്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ആവുകയാണെങ്കിൽ ഈ ഒരു മാപ്പിങ്ങിൽ വ്യത്യാസമൊന്നും വരില്ല. കാരണം സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ ഒരു അഡ്രസ്സ് സെയിം തന്നെയായിരിക്കും. എന്നാൽ ഈ സ്റ്റേറ്റ് മാപ്പിങ്ങിൽ അതിൻ്റെ വാല്യൂവിൽ മാത്രം ചേഞ്ച് വരും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഡ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു വേരിയബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ വേരിയബിളിൻ്റെ നെയിം എ ആയിട്ട് സെറ്റ് ചെയ്യും. അത് ഏത് മെമ്മറി അഡ്രസ്സിലാണോ സ്റ്റോർ ചെയ്തിട്ടുള്ളത് അവിടേക്ക് ഇതേപോലൊരു മാപ്പിംഗ് നടക്കും. അതിനുശേഷം അതിൻ്റെ വാല്യൂ ആയിട്ട് 10 നമ്മൾ സെറ്റ് ചെയ്യും. ഇനി പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ എ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 20 ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വാല്യൂ മാത്രം 10 മാറി 20 ആകും. ഇനി നമ്മുടെ പ്രോഗ്രാമിൽ വേണമെങ്കിൽ ഒരേ നെയിമിൽ ഒന്നിൽ കൂടുതൽ ഡിക്ലറേഷൻസ് ഉണ്ടാവാം. സോ അതേപോലെയുള്ള ഡിക്ലറേഷൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ നെയിം സെയിം ആയിരിക്കും, എന്നാൽ അതിൻ്റെ സ്റ്റോറേജ് ലൊക്കേഷൻസ് വേറെ ആയിരിക്കും. നമ്മുടെ പ്രോഗ്രാമിൽ എക്സ് എന്ന് പറയുന്ന ഒരു നെയിം എസ് എന്ന് പറയുന്ന സ്റ്റോറേജ് ലൊക്കേഷനുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് എക്സ് എന്ന ഈ നെയിം എസ് എന്ന ലൊക്കേഷനിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നാണെങ്കിൽ നമ്മൾ അതിനെ എക്സ് ഈസ് ബൗണ്ട് ടു എസ് എന്നാണ് പറയുന്നത്. ഈ ഒരു അസോസിയേഷനെ ബൈൻഡിങ് ഓഫ് എക്സ് എന്നാണ് പറയുക. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഐഡന്റിഫയർ എന്ന് പറയുന്നത് ഏതെങ്കിലും ബേസിക് ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ഒരു സ്റ്റോറേജ് ലൊക്കേഷന്റെ ആവശ്യമേ ഉള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാരറ്റ് ടൈപ്പ് ഒരു ഡാറ്റ ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ ഏതെങ്കിലും ഒരു സ്റ്റോറേജ് ലൊക്കേഷൻ മതി. എന്നാൽ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്സ് ആണെങ്കിൽ, അതായത് അറേസോ സ്ട്രിങ്സോ സ്ട്രക്ചേഴ്സ് ഒക്കെ പോലെയുള്ള വേറെ ഡാറ്റ ടൈപ്സ് ആണെങ്കിൽ കളക്ഷൻ ഓഫ് മെമ്മറി ലൊക്കേഷൻസ് വേണ്ടി വരും നമുക്ക് അതെല്ലാം സ്റ്റോർ ചെയ്യാനായിട്ട്. സോ ജനറലി പറയുമ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കുറേ പ്രൊസീജിയേഴ്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും, ഡെഫിനിഷൻ ഓഫ് എ പ്രൊസീജിയർ. അത് ഡൈനാമിക് സൈഡിലേക്ക് വരുമ്പോൾ, അതായത് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിനെ ആക്ടിവേഷൻ ഓഫ് ദ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതേപോലെ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ കുറേ ഐഡന്റിഫയേഴ്സ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഡിക്ലറേഷൻ ഓഫ് എ നെയിമിനെ നമ്മുടെ ഡൈനാമിക് സൈഡിലേക്ക് വരുമ്പോൾ ബൈൻഡിങ് ഓഫ് ദ നെയിം എന്നാണ് പറയുന്നത്. ലൈക്ക് വൈസ് സ്കോപ്പ് ഓഫ് എ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് ലൈഫ് ടൈം ഓഫ് എ ബൈൻഡിങ് എന്നാണ് ഡൈനാമിക് സൈഡിൽ പറയുന്നത്.
സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ സോഴ്സ് ലാംഗ്വേജ് ഇഷ്യൂസിനെ കുറിച്ച് പറയുന്നത്.